ഹായ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് വ്ലോഗ്. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നല്ല നോമ്പും ചൂടും ഒക്കെയാണല്ലോ ഇപ്പോൾ. നല്ല ചൂടുള്ള ഒരു സമയമാണ്, അതുകൂടി നമുക്കൊക്കെ നോമ്പുമാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് നോക്കാം. അതിനായിട്ട് ഞാനിത് ഒരു ചെറിയൊരു കഷ്ണം ഷമ്മാമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം എന്ന് വെച്ചെങ്കിൽ കൂടുതൽ ഷമ്മാമ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് ഏകദേശം ഒരു ജഗ് ആവശ്യത്തിനുള്ളത് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള മിൽക്കാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്, സാധാ മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള മിൽക്കും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ ഞാൻ കണ്ടത് നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മളുടെ മാംഗോൻ്റെ എസൻസ് ആണ് കേട്ടോ ചേർക്കുന്നത്. ടൈഗറിൻ്റെ മാംഗോ എസൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം, ചെറിയൊരു ടീസ്പൂണ് 1/4 ടീസ്പൂണോളം എന്ന് പറയാം, അങ്ങനെ ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് ബാക്കി വരുന്ന ആ മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കപ്പിൽ ബാക്കി ഉണ്ടായിരുന്ന ആ മിൽക്ക് കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം പഞ്ചസാര ഞാൻ ആവശ്യത്തിന് മധ്യത്തിന് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നിങ്ങൾ മിൽക്ക് മെയ്ഡ് കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ പഞ്ചസാരനെ ഒന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിത് ഒന്നുകൂടി അടിച്ചെടുത്ത് വരികയാണ് കേട്ടോ. ആ മിൽക്കും ആ ടൈഗറിൻ്റെ എസൻസും ഒക്കെ കൂടി ആവാൻ വേണ്ടിയിട്ട് ആയിരുന്നു ഇപ്പോൾ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഏകദേശം ഒരു ബൗൾ തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1-ാം പാൽ 2-ാം പാലിൽ നിന്നൊന്നും അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു ബൗൾ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളെപ്പോഴും ഷമ്മാമ് മാത്രം അടിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് കിട്ടില്ല. സാധാ മിൽക്കിൽ അടിച്ചാൽ നമുക്ക് ടേസ്റ്റ് ഇല്ല. തേങ്ങാപ്പാലിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എസൻസ് ചേർത്ത് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഷമ്മാം ജ്യൂസ് കഴിക്കാൻ. ഇനി ഞാൻ കസ്കസ് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ അധികം ജ്യൂസ് അടിക്കുമ്പോഴും ഞാൻ അതിൽ കസ്കസ് ഇട്ട് കൊടുക്കും. കാരണം അതിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അത് ടേസ്റ്റ് ആണല്ലോ. ഞാൻ ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം 1 ജഗ്ഗാണ് ഞാൻ ജ്യൂസ് അടിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ല പോലെ തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. കസ്കസൊക്കെ മുകളിൽ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ജ്യൂസ് തന്നെയാണിത്. നമുക്ക് നോമ്പിനൊക്കെ ഇപ്പോൾ നോമ്പ് നല്ല ചൂടുള്ള സമയത്തുള്ള നോമ്പാണല്ലോ. അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാനും ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ് കസ്കസ്. എപ്പോഴും നമ്മൾ എല്ലാ ജ്യൂസിലും ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എന്നെ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.